മോനെ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. പിന്നെന്തുവാ? എങ്ങോട്ടാ പോണ? നിനക്ക് ചായക്കട അറിയാമോ? ഓ, നമ്മളെ രാജുവിന്റെ ചായക്കട ഉണ്ടല്ലോ. ഓക്കെ. ഓക്കെ. മോനെ ചായ കൊള്ളാമോ? അടിപൊളി ചായ അല്ലേടാ. എന്നാ കുടി. ചായ ഫ്രീ ആണ് കേട്ടോ. ചായല പത ഫ്രീയാ. സ്റ്റാർട്ട്. അപ്പം ഉഴുന്നോടന്റെ നടുക്കുള്ള ഉണ്ട ഫ്രീ ആയിരിക്കും അല്ലേ? എന്നാ ചേട്ടാ അടിപൊളി ചായ. രാജേട്ടാ എത്രയായി? 110 രൂപ മോനെ. ചേട്ടാ ഒരു മയമാക്കി പറയോ? മയപ്പെടുത്തിയ ദോശയുണ്ട്, എടുക്കട്ടെ? ഞാൻ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യാൻ ചേട്ടാ. സ്റ്റാർട്ട്. രണ്ട് ചായക്ക് 110 രൂപ. എന്തൊരു കഷ്ടം. ആ പട്ടാമ്പിരാവ് സാറല്ലേ, ആ രാജുവിനൊന്ന് പോയി ശരിയാക്കാമോ? എന്തോടാ, ഞാൻ പട്ടാമ്പി രാമ സാറൊന്നല്ല, ഞാൻ രാജുവാടാ. നീയൊക്കെ എന്നെ ശരിയാക്കൊന്ന പണി പാടി. താഴത്തെ ആ പട്ടാഭി രാമസാറല്ലേ, ഇന്ന് ഈ രാജുവിന് ശരിയാകും. സാറേ, താഴത്തെ കടയിൽ പഴകിയ സാധനമൊക്കെ 110 രൂപയ്ക്കൊക്കെയാ വിൽക്കുന്നത്. അതുകൊണ്ട് അവനെ ഒന്ന് പോയി ശരിയാക്കി അവൻ്റെ കട പൂട്ടിക്കണം സാറേ. ആ ശരി, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നീയൊക്കെ പഴകിയ സാധനങ്ങൾ വിൽക്കുവല്ലടാ. അയ്യോ നിർത്ത് സാറേ, അതല്ലേ രാജു. അയ്യോ സാറേ, ഇതല്ലേ രാജു. ഞാൻ കാണിച്ചു തരാം രാജുവിന്. 10 minutes later. ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്തു, താങ്ക് യു. ഫുഡ് ഇൻസ്പെക്ടർ പോയതിനു ശേഷം രാജു അവന്റെ മുന്നിൽ വന്നു. ആ ഇത് രാജു പോയി കളിയാക്കി. എന്തൊക്കെയാണ് രാജു ഫൈ, സുഖം തന്നെയാണോ? എന്ത് പറയാം, ഫുഡ് ഇൻസ്പെക്ടർ വന്ന് എൻ്റെ കടയൊക്കെ പൂട്ടിച്ച്. മന്ത്രവാദിയെ കണ്ടിട്ട് വരണ വഴിയാ. ഫുഡ് ഇൻസ്പെക്ടറെ വഴി കാണിച്ചവനെ തേങ്ങ ഇടിപ്പിക്കാനുള്ള മന്ത്രം ചെയ്യിപ്പിച്ചിട്ട് വരികയാണ് ഞാൻ. എന്താണ് രാജു ഫൈ, നമ്മൾ പാവങ്ങളല്ലേ, നെല്ലിക്ക പോരായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.